സാധ്യതയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിലൊരു റൗണ്ട് ഹൈഡ് ചെയ്യും. അതിൽ ദിയ പറയുകയാണെങ്കിൽ ദിയക്ക് ഒരു പോയിന്റ്, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പോയിന്റ്. ഹൈഡ് ചെയ്ത് ഗസ് ചെയ്ത് കളർ പറയണം. ആദ്യം ആര് ചെയ്യണം? ഒന്ന് നോക്കാം. ഏത് കളറ്? ഗൈസ് ദിയക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് എടുക്കാം. ദിയ കണ്ണു തോന്നാ ഏതാണ് എടുത്ത? ദിയ പെടും ഗൈസ്, ഞാൻ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഗൈസ് ദിയക്ക് ഒരു പോയിന്റ്. അയ്യോ ഇതെന്തൊരു വിളി. അപ്പൊ ദിയക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഞാൻ കണ്ണടക്കാം. ഗൈസ് ഡൗട്ടാണ് ഗൈസ്. എനിക്ക് റെഡാണ്. എനിക്ക് ഒരു പോയിന്റ് ഗൈസ്. ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും കളർ ഗസ് ചെയ്താൽ നമുക്ക് പിടി കിട്ടും. നീ മിക്സ് ചെയ്തായിരുന്നാ? അപ്പൊ നമുക്ക് രണ്ടുപേരെ ഒരു റൗണ്ട് കൂടെ നമുക്ക് നടത്താം. ഇങ്ങോട്ട് നീക്കുവേ. അപ്പൊ ദിയ അടുത്ത് ഞാനാണ്. ദിയ കണ്ണടച്ചോ. അപ്പൊ ഷഫിൾ ചെയ്ത് നോക്കാം. ഷഫിൾ ചെയ്താലും ഇത്ര എളുപ്പമായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. കണ്ണു പറഞ്ഞോ. ദിയ കണ്ടു പറഞ്ഞു. ഏത് കളറാണ്? പിന്നെ ഏത് ബ്ലൂ? രണ്ട് ബ്ലൂ ഉണ്ട്. ഏത് ബ്ലൂ നോക്കിട്ട് പറ. ഗൈസ് വീണ്ടും രണ്ട് പോയി. എവിടെ നോക്കണുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പണിഷ്മെന്റ് കിട്ടുന്ന കോളില്ലേ ഈ റൗണ്ടില്? ഇനി ഒന്നും കൂടെ ഇടാൻ പറ്റുമെന്നാണ് നോക്കാൻ പോണം. നീ ഇട്ട് നോക്കും. ബെസ്റ്റ്. ഇട്. ഇട്ട് അടുത്ത് ദിയ ഇടാൻ പോവേണ്. ദിയ ഇട്ട് ഗൈസ്. ഇതൊക്കെ ഇട്ട് നോക്കും. പോയി ഗൈസ് പോയി. ട്രൈ ചെയ്ത് നോക്ക് നീ. ബെസ്റ്റ്. ഒന്നും കൂടെ നീക്കണ എന്തിനാ? നീക്കണ ഗൈസ് അവള്. അതാ പോയി പോണ്. ഇട്ട് നോക്ക്. ബെസ്റ്റ്. സൂപ്പർ. സ്കിഡില്ല ഗൈസ്. നടക്കൂല. ഇതായിരുന്നു 4 വാക്ക്. നീ ഇറങ്ങോട്ടിരിക്കുന്ന ഗൈസ്. നടക്കുന്നില്ല. അപ്പൊ ഗൈസ് ഇനി അടുത്ത ചലഞ്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കണം. മറ്റേ ദിയക്ക് അത് എറിഞ്ഞ് ഇടാനുള്ള ആ റൗണ്ട്. നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ ഈ ബോൾ വെച്ച് ഉരുട്ടണം. ആ റൗണ്ട് അവർക്ക് സ്വന്തമാവും. നെല്ല് പറയില്ല. മുമ്പത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ദിയ മാത്രമാണ് പങ്കെടുത്ത. അതില് എല്ലാ റൗണ്ടുകളും ഇടാൻ പറ്റുമെന്ന് നോക്കി. പക്ഷെ ദിയ ഫെയിലായിപ്പോയി. അപ്പൊ അടുത്ത റൗണ്ടിൽ ഞാനും മത്സരിക്കുന്നുണ്ട്. തുടങ്ങാം. ഓക്കെ ഗൈസ് ഇങ്ങനെയാണ് ഗെയിം വന്നത്. അപ്പൊ ഇതെനിക്ക് കിട്ടി. ചേർത്ത് വെക്കാം. ഗൈസ് 4 വാക്ക് ബോൾ കിട്ടി. ഇതാണ് എങ്ങനെ. അപ്പൊ ഞാൻ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് ദിയ. ഗൈസ് അതാ പച്ച കിട്ടി ദിയക്ക്. അപ്പൊ നമുക്ക് ഗൈസ് 2 എണ്ണം കിട്ടി. അടുത്ത 2 എണ്ണേ ഉള്ളു. എനിക്ക് 2, ദിയക്ക് 3 കിട്ടി. ഇനി ദിയ 2 എണ്ണം കളക്ട് ചെയ്യോ ഞാൻ 2 എണ്ണം കളക്ട് ചെയ്യോ? ഇനി ഞാനും ദിയ സമയമാവും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അറിയാൻ പോകുന്നു. നീ ഒന്നും വിളിക്കണ്ട. അപ്പൊ ഗൈസ് എനിക്ക് 3 എണ്ണം. ഇത് ആര് കളക്ട് ചെയ്യും അവര് വിഞ്ചാവും. ചാൻസ് പോയി. ദിയൊരു ചാൻസ് പോയി ഗൈസ്. വീണ്ടും വന്നു. ദിയ പിന്നായിട്ടുണ്ട് ഗൈസ്. എനിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ദിയക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാ ഈ ഒരു ബോക്സ് വെച്ച് ഒരു റൗണ്ട് ഹൈഡ് ചെയ്യുക. അത് ഗസ് ചെയ്ത് പറഞ്ഞ ഗസ് ചെയ്യണ കറക്റ്റ് ആണെങ്കിൽ അയാൾക്ക് ആ പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഞാനാണ് ആദ്യം. ഞാൻ കിട്ടാം ആദ്യം. ഹൈഡ് ചെയ്തോ.
വെച്ചാ ഇതാണ് ഗൈസ് നോക്കാം. ലൈറ്റ് ബ്ലൂ ഗൈസ്, ലൈറ്റ് ബ്ലൂ. ഓപ്പഴേ ലൈറ്റ് ബ്ലൂ, ഇത് ഡാർക്ക് ബ്ലൂ. അടുത്ത ദിയക്കാണ്. ദിയക്ക് നമുക്ക് കണ്ണ് കെട്ടിക്കൊടുക്കാം. ദിയ കള്ളത്തരാണല്ലേ എന്നറിയണം. എന്ത് കണ്ണ് തുറന്നോ? ഏത് കളർ? പിള്ളേർക്ക് നമുക്ക് കോൺസെൻട്രേഷന് ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്ന ഈ ഗെയിം വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ദിയക്ക് ഒരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. അടുത്ത ഒരു റൗണ്ടും കൂടെ നടത്താം. ദിയ ജയിക്കാൻ, ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഗെയിം അതോടെ നിർത്തുകയാണ്. ഇല്ലയാ വെച്ചാ ഗൈസ്, ഇത് ഞാൻ ഫെയിൽ ആവുമെന്ന് തോന്നുന്നു. ഒരു ഓർമ്മയും കിട്ടില്ല. കണ്ണും കെട്ടി വെച്ചോണ്ട് വരാ. അതില് റെഡ് ഗൈസ്, റെഡ് റെഡ് റെഡ്. ഈ അടുത്ത് ഫെയിൽ ആവേണമെങ്കിൽ ഈ ഗെയിം ഇതോടെ നിർത്താൻ പോവേണം. വാ അങ്ങോട്ട് വാ. ഞാൻ ഹൈഡ് ചെയ്യാൻ പോവേണ്. ദിയ കണ്ണു തുറന്നോ? ഏത്? അങ്ങനെയൊന്നുമില്ല. നീ കളർ പറഞ്ഞാൽ മതി ഗൈസ്. കളർ പറയില്ല. പറ ഏത് കളർ ആലോചിച്ച് പറ. ആകെ ഇത്തിരി കളറേ ഉള്ളൂ. ഗൈസ്, ഇതിലേക്ക് നല്ല മെമ്മതയുണ്ട് കണ്ട. അപ്പൊ ഈ ഗെയിം ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്. ഇതാ ഞങ്ങൾ അടുത്ത ഗെയിമിലോട്ട് പോവേണം. എന്താണെന്ന് മനസ്സിലായ? സെലക്ട് ദ സെയിം കളർ ഒരേ സെലക്ട് ചെയ്യണം. ഗ്രീൻ അല്ല, ഇൻറ്റു ഇട്. ഈ ഗെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ്, പിള്ളേർക്ക് എല്ലാ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതാ ഗൈസ്, പതുക്കെ എഴുതിയാ. പച്ച ഇനിയുണ്ടല്ലോ. അടുത്ത ടിക്ക് ഇതിലേക്ക് ഞാൻ എല്ലാ സിമ്പലും പറഞ്ഞു കൊടുത്തു. ടിക്ക് ഇങ്ങനെയാണ്. അടുത്ത ബ്ലൂ ടിക്ക്, ലൈറ്റ് ബ്ലൂ ടിക്ക്, ലൈറ്റ് ബ്ലൂ. ടിക്ക് വര വയലറ്റ്. അത് ഓറഞ്ച് ആണ്. നീ വരച്ചതെല്ലാം കൂടെ ബ്രൗൺ ആയി. ഞാൻ എന്ത് ചെയ്യ? വയലറ്റ് എല്ലാം റൗണ്ട് ഇടും. അതൊക്കെ ഇട്ട്. ഇനി ഒന്നും കൂടെ ഉണ്ട് ഗൈസ്. നീ തപ്പി എടുക്കും. ഇനി ഒന്നും കൂടെ ഉണ്ട്. ശ്രദ്ധിച്ച് ചെയ്തിയാ. ഇനി ഒന്നും കൂടെ ഉണ്ട്. അതെവിടെ? എല്ലാ കളറ്. ഇനി ഓറഞ്ച്, റെഡ്. ദിയക്ക് ഇതാ നാക്ക് പിടി കിട്ടിയിട്ടുണ്ട്. അടുത്ത് റെഡ് ലൈറ്റ് ബ്ലൂ ഉണ്ടല്ലോ. അല്ല, ഇനി റെഡും കൂടെ ഉള്ളു ഗൈസ്. ഒരു ബ്രൗണും കൂടെ ഉണ്ട്. ദിയ തപ്പി എടുത്തില്ല. തപ്പി എടുക്കണം. ദിയ ഫെയിൽ ആവോ? സ്റ്റാർ വര ചെറിയ ഇങ്ങനെ. നീക്ക് ഞാൻ സിമ്പിളൊക്കെ പറഞ്ഞു കൊടുക്കണം ഗൈസ്. അപ്പൊ പിന്നെ എളുപ്പത്തിൽ ശരി ഇങ്ങനെ വന്നിട്ട് എന്തോന്ന് സ്റ്റാർ ഗൈസ്. ഇതാ സ്റ്റാർ. അറിയാം. തപ്പി എടുക്കണം. അച്ചാമ്മ പറഞ്ഞു കൊടുത്ത സ്റ്റാർ ഇതാ വരയ്ക്കാണ്. അച്ചാമ്മ പറഞ്ഞു കൊടുത്ത സ്റ്റാർ ഇതാ വരയ്ക്കാണ്. റെഡ് എവിടാ? അങ്ങനെ തന്നെ. അടുത്ത് റെഡ്. എല്ലായാ? ഞാൻ കണ്ടുപിടിച്ചു നിർത്താ. ഇനിയും ഉണ്ട്. ശ്രദ്ധ. നമ്മ എല്ലാരും കണ്ടിട്ടുള്ളത് പോലെ കപ്പ് ദിയ ബാലൻസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ദിയ കപ്പ് ബാലൻസ് ചെയ്ത് വെക്കുമെന്ന് നോക്കാം. ആദ്യം 4 എണ്ണം പറഞ്ഞു കൊടുക്കാവോ ചെയ്യുമെന്ന് നോക്കാം.
അത് ഏകദേശം അങ്ങനെ വെക്കാൻ പറ്റുമോ? എങ്ങനെ വെക്കും? മുകളിൽ വെച്ചാൽ മതി. അല്ല, അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് വൈ മുകളിലോട്ട്. ആ അങ്ങനെ വൈ. നോക്ക് ഗൈസ്, ദിയ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റഡ്. കപ്പിലെല്ലാം പിക്ചേഴ്സ് ഉണ്ട്. ദിയ എല്ലാ പിക്ചേഴ്സ് നോക്ക്. പിക്ചേഴ്സ് എല്ലാം നോക്ക്. മതി മതി. ഈ ഓർഡറിലാക്ക്. ഒരു സാധനം എടുത്തു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇത് ആ മേഘം വന്ന ഏതിലാണെന്ന് നോക്കിയിട്ട് ആ കപ്പിലിട്. കേട്ടാ, ഇത് ഏകദേശം വീണു. അതാ 3 വീണിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ടുണ്ട്. ഇല്ല മതി, എറിഞ്ഞോ മതി. ഫൈനൽ കളി. ആ എല്ലാം വീണ്. ആ ഇതുകൂടാ. Bye.